അനീഷിന്റെയും അനുമോളുടെയും ആ ഒരു ഇന്നലത്തെ ആ കാര്യം, ആ ഒരു പ്രപ്പോസൽ, അതായിരുന്നു ഹൈലൈറ്റ് ആയിട്ട് ലാലേട്ടൻ ഇന്ന് ചോദിച്ചത്. അത് ആദ്യമേ തന്നെ ഒരു തുടങ്ങി വെച്ച് പിന്നെ അതിലേക്ക് തന്നെ കടന്നു വന്ന് ലാലേട്ടൻ ചോദിക്കുകയായിരുന്നു. കേരളപ്പിറവിയായിട്ട് ലവിന്റെ ഷേപ്പുള്ള 2 കേക്കൊക്കെയാണ് ലാലേട്ടൻ കൊടുത്തയച്ചത്. ഇവരുടെ ഈ ഒരു കോംബോ ആ ഒരു പ്രപ്പോസലിന്റെ ആ ഒരു ബേസില് മാത്രമല്ല, അനുമോള് ഫിനാലെ വീക്കിലേക്ക് പോയിരിക്കുകയാണ്. പ്രേക്ഷകരുടെ വിധിപ്രകാരം ഫിനാലെ വീക്കിലേക്ക് കടന്നിരിക്കുകയാണ്. അപ്പം എന്തൊക്കെയാണ് ഇന്നത്തെ എപ്പിസോഡിൽ നടന്നത്? വലിയ കണ്ടന്റ് ഒന്നും ഇല്ലെങ്കിലും നല്ല മനോഹരമായിട്ടുള്ള, നല്ല രസമായിട്ടുള്ള ഒരു എപ്പിസോഡായിരുന്നു സാറ്റർഡേ വീക്കെൻഡ് എപ്പിസോഡ്. കാരണം ഈ സീസണിൽ ഇതുവരെ ഇങ്ങനെ നല്ല രസമുള്ള ഒരു പോസിറ്റീവ് വൈബുള്ള ഒരു എപ്പിസോഡ് കണ്ടിട്ടില്ല, സീരിയസ്ലി കണ്ടിട്ടില്ല. അത്രയ്ക്ക് നല്ല രസമായിരുന്നു. അപ്പം എന്തൊക്കെയാണ് ഇന്നത്തെ എപ്പിസോഡിൽ, ഇന്നത്തെ സാറ്റർഡേ വീക്കെൻഡ് എപ്പിസോഡിൽ നടന്നത്, ലാലേട്ടൻ എന്തൊക്കെ കാര്യങ്ങൾ തിരക്കി, നമുക്ക് റിവ്യൂ ചെയ്യാം. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എന്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർ വീഡിയോ ലൈക്ക് ചെയ്യുക, ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ മസ്റ്റായിട്ടൊന്ന് കമന്റ് ചെയ്യുക, ഷെയർ ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്ത് തരിക. അപ്പൊ നമുക്ക് നേരെ റിവ്യൂലോട്ട് പോവാം. അതിന് മുമ്പായിട്ട് ഇന്ന് നടന്ന മെയിൻ കാര്യങ്ങൾ ഒന്ന് പറയാം. ആ മെയിൻ കാര്യങ്ങളിൽ ഒന്നാമത് ഹൈലൈറ്റ് ചെയ്ത് ലാലേട്ടൻ ചോദിച്ച കാര്യം എന്താന്ന് വെച്ചാൽ അനുമോളുടെ അനീഷിന്റെയും ഇന്നലത്തെ പ്രപ്പോസലിന്റെ കാര്യം. അപ്പം അതിൽ അനുമോൾ ഒരു കാര്യം തുറന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നു. തനിക്ക് ഒരു വിവാഹം ഇഷ്ടമാണ്, സ്നേഹമുണ്ട്, എല്ലാ കാര്യങ്ങളും ഉണ്ട്, ബട്ട് ഓൾവേസ് ഒരു വിവാഹം കഴിക്കാനുള്ള ആ ഒരു ഇഷ്ടം അനീഷിനില്ല എന്ന് അനുമോൾ ഓപ്പൺ ആയിട്ട് കാര്യം പറഞ്ഞു. പക്ഷെ അനീഷിന് വലിയ കുലുക്കമൊന്നുമില്ല. അനീഷ് ചിരിച്ചുകൊണ്ട് തന്നെയാണ് അനീഷ് അവിടെ നിന്നത്. ഇനി മനസ്സിനകത്ത് വേറെ വല്ലതും ഉണ്ടെന്ന് അറിയില്ല. പിന്നെ അനുമോൾ അതിനുശേഷം ഡള്ളായി. പക്ഷെ ലാലേട്ടൻ വന്നിട്ട് അത് ഫണ്ണായിട്ട് എടുത്താൽ മതി എന്ന് ലാലേട്ടൻ വന്നിട്ട് പറയുന്നുണ്ടായിരുന്നു. പിന്നെ അതുപോലെ തന്നെ ബാക്കി വീട്ടിൽ ഈ ഒരാഴ്ച വീട്ടിൽ നടന്ന കാര്യങ്ങളെല്ലാം ഈ ഒരു ഒറ്റ ദിവസം കൊണ്ട് ലാലേട്ടൻ ചോദിച്ചു വെച്ചിട്ടുണ്ട്. ഇനി നാളെ എന്താവും എന്നറിയില്ല. നാളെ അത് മാത്രമല്ല, വേറൊരു കാര്യം എടുത്തു പറയാൻ മറന്നുപോയി. നിവിന് കാർ ടാസ്ക് കൊടുക്കുകയാണ് ബിഗ് ബോസ്. അതായത് അനുമോൾക്കും അക്ബറിനും ആദിലയ്ക്ക് കൊടുത്ത അതേ കാർ ടാസ്ക് നിവിന് വേണ്ടിയിട്ട് ലാലേട്ട കൊടുക്കുകയാണ്. വേറെ ഒന്നും കൊണ്ടല്ല, കഴിഞ്ഞ ആഴ്ച നല്ല നടപ്പിനുള്ള, അതായത് നല്ല പെർഫോമർക്കുള്ള എല്ലാരും കൂടെ തെരഞ്ഞെടുത്തതിന്റെ ബേസിലും ഒക്കെ കാരണങ്ങളാല് ലാലേട്ടൻ നിവിന് ആ ടാസ്ക്, ഇഷ്ടമുള്ള ടാസ്ക് ചെയ്ത കാർ ടാസ്ക് ആണെന്ന് പറഞ്ഞപ്പം ആ കാർ ടാസ്ക് ബിഗ് ബോസിന് അത് നെവിന് കൊടുക്കുകയാണ്. നെവിൻ അത് മനഃപൂർവ്വം ചോദിച്ചു വാങ്ങിച്ചതാണ്. കാരണം എന്താന്ന് വെച്ചാൽ നെവിൻ ഇങ്ങനെയുള്ള ടാസ്കുകൾ ചെയ്യാൻ നെവിന് ഭയങ്കര ഇഷ്ടമാണ്. അതായത് ഇപ്പം ഇന്നാള് സീക്രട്ട് ടാസ്കിന്റെ കാര്യം വന്നപ്പോൾ നെവിൻ പറയുന്നുണ്ടായിരുന്നു, എനിക്ക് ഇങ്ങനത്തെ ടാസ്ക് ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ് ലാലേട്ട എന്നൊക്കെ പറയുന്നത്. അപ്പം നെവിന് മനഃപൂർവ്വം എടുത്തതാണ്. കാരണം നെവിന് നന്നായിട്ട് പെർഫോം ചെയ്യാൻ കഴിയും, ഉറപ്പുണ്ട് എന്ന് ഉറപ്പുള്ളൊരു ടാസ്ക്കാണ് ഈ കാർ ടാസ്ക്. നെവിൻ എന്ന് പറയുന്നത്, നെവിന് ടാസ്ക് ചെയ്യാനും മറ്റ് ഗെയിം അഗ്രസീവ് ആണ്, അതൊക്കെ വിട്. പക്ഷെ നെവിൻ ഇങ്ങനത്തെ ടാസ്കുകളൊക്കെ ചെയ്യാനൊക്കെ നെവിൻ ഒരു പ്രത്യേക ഇഷ്ടവും കാര്യങ്ങളൊക്കെ ഉള്ള ഒരാളാണ് നെവിൻ. അങ്ങനത്തെ ടാസ്ക് ചെയ്ത് വിൻ ചെയ്തിട്ടുമുണ്ട് നെവിൻ. അപ്പം നെവിൻ അങ്ങനെ ഈ ഒരു കാർ ടാസ്ക് നെവിൻ ചോദിച്ചു വാങ്ങിക്കുമ്പം സത്യം പറഞ്ഞാൽ നെവിനോട് ഒരു പ്രത്യേക ഇഷ്ടവും ഒരു ഫീലിങ്സ് ഓഫ് പ്രൗഡ്. കാരണം എന്താന്ന് വെച്ചാൽ അത്രയ്ക്ക് റിസ്ക് ആയിട്ടുള്ള ഒരു ടാസ്ക് ആണ് ഈ കാർ ടാസ്ക് എന്ന് പറയുന്നത്. കാരണം 1 മിനിറ്റ് സമയത്തിനുള്ളിൽ തിരികെ വന്നില്ലെങ്കിൽ എന്ത് സംഭവിക്കും? അപ്പൊ അതും കാരണം നെവിന് എവിടെയാണ് കാർ ഇരിക്കുന്നതെന്ന് ഒന്നും അറിയില്ല. അടുത്താണെന്ന് പറയാം, ചിലപ്പോ അങ്ങ് ദൂരെയാണ്, നമുക്ക് ഫീൽ ചെയ്യുന്നില്ല എവിടെ ഇരിക്കുന്നതെന്ന് അറിയില്ല. അത്രത്തോളം റിസ്ക് ആയിട്ടുള്ള ഒരു ടാസ്ക് ആണ് ഈ കാർ ടാസ്ക് എന്ന് പറയുന്നത്. അപ്പൊ ആ കാർ ടാസ്ക് ചെയ്യാൻ നെവിൻ അത്രത്തോളം ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ, അത് കാർ ടാസ്ക് അത് ചോദിച്ചു വാങ്ങുന്നുണ്ടെങ്കിൽ നെവിന് ആ ഒരു ടാസ്ക് ഇഷ്ടമാണ്. ആ റിസ്ക് എടുക്കാനുള്ള നെവിന്റെ ആ ഒരു ഇഷ്ടമാണ് അതിൽ കാണുന്നത്. ആൻഡ് ഇതിനു ശേഷം അനുമോള് നേരെ ഫിനാലെ വീക്കിലേക്ക് പോയിരിക്കുകയാണ്. അനുമോൾക്ക് തന്നെയായിരിക്കും എനിക്ക് തോന്നുന്നു വോട്ട് കൂടുതൽ അനുമോൾക്കാണെന്ന് ഫീൽ ചെയ്യുന്നു. എനിക്ക് അറിയില്ല, കറക്റ്റ്ലി അറിയില്ല. നമുക്ക് വോട്ടിംഗ് റിസൾട്ട്സ് ഒക്കെ ഫിനാലെ വീക്കിലല്ലേ ലാലേട്ടൻ പറയുള്ളൂ. അപ്പം അനുമോള് എന്തുകൊണ്ട് യോഗ്യ തന്നെയാണ് ഫിനാലെ വീക്കിലേക്ക് പോകാൻ 100%. കാരണം ഡേ 1 മുതൽ ഡേ ഇപ്പൊ വരെ അനുമോള് തന്നെയാണ് ബിഗ് ബോസിന്റെ കണ്ടന്റ്. അതിൽ വ്യത്യാസം ഒരു മാറ്റവും ഇല്ല. അപ്പൊ അങ്ങനെയുള്ള സ്ഥിതിക്ക് അനുമോൾ ഫിനാലെ വീക്കിലേക്ക് 100% യോഗ്യയായിട്ടുള്ള ഒരു വ്യക്തി തന്നെയാണ് അനുമോള്. അപ്പം അനുമോൾക്ക് ഒരു കൺഗ്രാജുലേഷൻസ്. ഇനി നാളെ ആരൊക്കെ ഫിനാലെ വീക്കിലേക്ക് പോകും, നാളെ ആരൊക്കെ എവിക്റ്റ് ആവും നമുക്കറിയില്ല, നമുക്ക് നോക്കാം. അത് മാത്രമല്ല, ന്യൂറയുടെ കാര്യത്തിൽ എടുത്തു പറയുന്നുണ്ടായിരുന്നു, ഗ്രാൻഡ് ഫിനാലയിലേക്കല്ല ഫിനാലെ വീക്കിലേക്കാണ്. അപ്പം ഒരു മിഡ് വീക്ക് എവിക്ഷൻ സംഭവിക്കാം. മിഡ് വീക്ക് എവിക്ഷൻ ഉറപ്പായിട്ടും ഉണ്ടാവും. ചിലപ്പം ന്യൂറ എവിക്റ്റ് ആയേക്കാം എന്നൊക്കെ ലാലേട്ടൻ പറയുന്നുണ്ട്.
പക്ഷെ നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ന്യൂറ എവിക്റ്റ് ആവുമെന്ന്? എനിക്ക് പേഴ്സണലി തോന്നുന്നില്ല. കാരണം ന്യൂറയ്ക്ക് അത്യാവശ്യം വോട്ടുണ്ട്. ഷാനവാസിനേക്കാൾ വോട്ടുണ്ട് ന്യൂറയ്ക്ക് എന്നാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. നമ്മൾ യൂട്യൂബ് പോളൊക്കെ ഇടുമ്പോൾ യൂട്യൂബ് പോളും ഇത് ഹോട്ട്സ്റ്റാറിലെ പോളും തമ്മിൽ ഗജാന്തരം ഉണ്ട്, നല്ല വ്യത്യാസമുണ്ട്. എന്നിരുന്നാൽ പോലും എനിക്ക് തോന്നുന്നത് ന്യൂറയേക്കാൾ വോട്ട് ഷാനവാസിനെ കാണുമെന്നാണ്. കാരണം ന്യൂറയ്ക്ക് അത്ര ഒരു ഫാൻ ബേസ്, ഷാനവാസിനേക്കാളും ന്യൂറയ്ക്ക് ഒരു ഫാൻ ബേസ് ഉണ്ടെന്ന് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. നമുക്ക് നോക്കാം. അതൊക്കെ ഇന്ന് സാറ്റർഡേ, അടുത്ത സാറ്റർഡേ കഴിഞ്ഞ് സൺഡേ ആകുമ്പോഴത്തേക്കും ഫിനാലെ ആയി. ഇപ്പം എന്തൊക്കെയാണ് ഇന്നത്തെ എപ്പിസോഡിൽ നമുക്ക് എപ്പിസോഡിന്റെ മെയിൻ റിവ്യൂലോട്ട് പോവാം. ലാലേട്ടന്റെ എൻട്രി ആണ് ഫസ്റ്റ്. ലാലേട്ടന്റെ എൻട്രിയിൽ ആദ്യമേ തന്നെ കേരളപ്പിറവി ആശംസകളും കേരളത്തെ പറ്റിയുള്ള കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. എല്ലാവരും മുണ്ടും ഷർട്ടും ആണെന്ന്, ലാലേട്ടൻ ഉൾപ്പെടെ. എന്നിട്ട് ലാലേട്ടൻ എന്ത് ചെയ്തു? ലാലേട്ടൻ കഴിഞ്ഞ ആഴ്ച നടന്ന കാര്യങ്ങളൊക്കെ കാണിച്ചതിന് ശേഷം നേരെ വീട്ടിലേക്ക് പോവാണ്. വീട്ടിലേക്ക് പോയിട്ട് കേരളപ്പിറവി ആശംസകൾ വീട്ടുകാർക്കും കൂടെ പറയുന്നുണ്ട്. വീട്ടുകാർക്ക് പറഞ്ഞതിന് ശേഷം ഏഷ്യാനെറ്റ് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ഇവർക്ക് വേണ്ടിയിട്ട്. അതായത് കേരളപ്പിറവി ആയിട്ടൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു, നമ്മൾ ഇൻസ്റ്റയിലൊക്കെ കണ്ടതാണ്. അപ്പം ആ ഒരു വീഡിയോ പ്ലേ ചെയ്ത് കാണിക്കുന്നു. ഇതിനുശേഷം കേരളപ്പിറവിയുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് ചോദ്യങ്ങൾ ചോദിക്കുകയാണ്. അത് ഒരുപാട് ചോദ്യങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട്. എനിക്ക് തോന്നുന്നു സാബുമാനാണ് കുറച്ചും കൂടെ കറക്റ്റായിട്ട് കൂടുതൽ ഇത് പറയുന്നത് ഫീൽ ചെയ്യുന്നു, തോന്നുന്നു. നെവിനാണെങ്കിൽ ഫൺ എലമെന്റ് മാത്രമേ ഉള്ളൂ, എല്ലാം പറയുന്ന തെറ്റും കാര്യം ഒരെണ്ണം എന്താ കറക്റ്റായിട്ട് നെവിൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ ഫണ്ടും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. എന്നിട്ട് അവസാനം ലാലേട്ടൻ തന്നെ കേരളമേ ഇവനോട് ക്ഷമിക്കണമേ എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. അതൊക്കെ നല്ല ഫണ്ണായിട്ടുള്ള ഒരു മൊമെന്റ്സ് ആയിരുന്നു ഈ ഒരു എപ്പിസോഡിലും. ഇതിൽ ഇടയ്ക്ക് വെച്ചിട്ട് അനിമോളെയും അനീഷിനെയും ചേർത്തിട്ട് ഇങ്ങനെയൊക്കെ പറയുന്നുണ്ടായിരുന്നു. അപ്പൊ തന്നെ മനസ്സിലായി ഇത് ലാലേട്ടൻ കണ്ടിച്ചിട്ടെന്ന് മനസ്സിലായിട്ടുണ്ട്. ആൻഡ് ഇവിടുന്ന് നേരെ അക്ബറിന്റെ ആ ഒരു വൈഫിനെ പറ്റിയിട്ട് എന്തോ പാട്ട് പാടിയിട്ടുണ്ട്, പക്ഷെ അത് ഞാൻ കണ്ടില്ല. പാട്ടൊക്കെ പാടി അതൊക്കെ ലാലേട്ടൻ ചോദിക്കുന്നുണ്ട്. ഇതിലൂടെയാണ് നേരെ അനീഷിന്റെ അനുവിന്റെ ലവ് ട്രാക്കിലേക്ക് പോകുന്നത്. പക്ഷെ ഇത് നെവിനും അക്ബറും അറിയില്ല. പക്ഷെ ഇവരത് ഉണ്ടാക്കാൻ വേണ്ടി ഇങ്ങനെ ലവ് ട്രാക്ക് ഉണ്ട് എന്ന ആ ഒരു കോംബോ ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇങ്ങനെയല്ല, പ്രപ്പോസൽ ഇവർക്ക് അറിയില്ലായിരുന്നു. അങ്ങനെ ആ ഒരു പ്രപ്പോസലിലേക്ക് ലാലേട്ടൻ പോവുകയാണ്. ഇവരുടെ വീഡിയോ കാണിച്ചു കൊടുക്കുകയാണ്. അപ്പം അനീഷിനെ എണീപ്പിച്ച് ചോദിക്കുമ്പം അനീഷ് പറയുന്നത് എനിക്ക് അങ്ങനെ ഒരു ഇഷ്ടം ഉണ്ടായിരുന്നു, അതിനെ തുറന്നു പറഞ്ഞു എന്നാണ് പറയുന്നത്. ആൻഡ് ഇത് ഇന്നലത്തെ റിവ്യൂ എന്റെ റിവ്യൂ കണ്ടവർ ഞാൻ പറഞ്ഞത് രണ്ടുപേരുടെ ഭാഗത്ത് തെറ്റില്ല. അനീഷിന് ഇഷ്ടം അനീഷ് തുറന്നു പറഞ്ഞു. അത് മനസ്സിൽ ഒരു ടിക്കറ്റ് വെക്കാതെ അല്ലെങ്കിൽ പുറകെ നടന്ന് അത് കാണിക്കാതെ അനീഷ് അത് തുറന്നു പറഞ്ഞു. ആൻഡ് അനിമോളുടെ ഭാഗത്ത് അനിമോൾ തുറന്ന് പറയുന്നതിന് മുമ്പ് തന്നെ എന്ത് ചെയ്തു? അനീഷ് എഴുന്നേറ്റ് പോയി. ആൻഡ് അത് അനിമോളുടെ ഭാഗത്ത് മിസ്റ്റേക്ക് അവിടെ വരുന്നില്ല. അപ്പം ഇന്ന് ഒരു ക്ലാരിറ്റി വന്നിട്ടുണ്ട്. അത് ക്ലാരിറ്റി ലാലേട്ടൻ തന്നെ വരുത്തിച്ചിട്ടുണ്ട്. അത് ലാലേട്ടൻ അത്ര ഫണ്ണായിട്ടാണ് ലാലേട്ടൻ ചോദിച്ചത്, അത്രയ്ക്ക് ഇഷ്ടമുണ്ട്. അത് നല്ല രസമായിരുന്നു കേട്ടോ, സത്യം പറഞ്ഞാൽ. അപ്പം അനിമോളോട് അനീഷിനോട് ചോദിക്കുമ്പോൾ അനീഷ് ഇങ്ങനെയാണ് പറയുന്നത്. ലാലേട്ടൻ അനിമോളോട് ചോദിക്കുന്നത്. അപ്പൊ അനിമോളോട് ചോദിക്കുമ്പോൾ അനിമോള് പറയുന്നത്, ലാലേട്ടൻ ചോദിക്കുന്നത് എന്താണ് അനിമോളിനെ പറ്റിയിട്ടുള്ള അഭിപ്രായം എന്നാണ് ചോദിക്കുന്നത്. അപ്പം അനിമോള് പറയുന്നത് ലാലേട്ട അദ്ദേഹം നല്ലൊരു വ്യക്തിയാണ്, അതൊക്കെ ആണ്. പക്ഷെ ഇങ്ങനെ എന്താണ് അനിമോളിന്റെ മറുപടി എന്ന് ചോദിക്കുമ്പം എനിക്ക് അങ്ങനെ ഒരു ഇഷ്ടമാണ്, സ്നേഹമാണ്, അതൊക്കെ ഉണ്ട്. പക്ഷെ എനിക്ക് വിവാഹത്തിനോടുള്ള ആ ഒരു സ്നേഹം ഇഷ്ടം എനിക്കില്ല എന്നാണ് അനിമോൾ അവിടെ പറയുന്നത്. അപ്പൊ അതവിടെ ക്ലിയർ ആയി. എന്നിട്ട് കേക്കൊക്കെ ലാലേട്ട കൊടുത്തയക്കുന്നുണ്ട്. ആൻഡ് ഇതിനുശേഷം ലാലേട്ട പോകുന്നുണ്ട്. അപ്പൊ ലാലേട്ട പോയിട്ട് അവിടെ പോയി ചോദിക്കുന്നുണ്ട്. അപ്പൊ അനിമോൾ അതിനെ കൂടെ സംസാരിക്കുന്നൊക്കെ ഉണ്ട് ഈ ഒരു വിഷയത്തെ വെച്ചിട്ട്. പക്ഷെ അനിമോള് കുറച്ച് ഡള്ളായി പോയി, കുറച്ചൊന്ന് മൂഡ് ഓഫ് ആയി പോയി. എന്നിട്ട് ലാലേട്ടൻ വന്നപ്പോൾ ഇതൊക്കെ ഒരു ഫണ്ണായിട്ട് എടുത്താൽ മതി, അത് പ്രേക്ഷകരിൽ ഇതില് അപ്പൊ തന്നെ ഒരു ഹിഞ്ച് ലാലേട്ടൻ കൊടുക്കുന്നുണ്ട്. കാരണം ഇതൊരു ഫണ്ണായിട്ട് എടുത്താൽ മതി. അത് ഈ ഒരു സമയത്ത് ലാലേട്ടൻ ഹിഞ്ച് കൊടുക്കും. ഇത് കേരളത്തില് ചർച്ചയായിട്ടുണ്ട് 100% ചർച്ചയായിട്ടുണ്ട്. കാരണം എന്താന്ന് വെച്ചാൽ ഇപ്പൊ റീൽസിനകത്ത് ഇവരുടെ ഒരു കണ്ടന്റ് ആണ്. ഞാൻ ഇന്നലെ പറഞ്ഞില്ലേ, അനിമോളുടെ അനീഷിന് ഈ ഒരു പ്രപ്പോസൽ ബേസ് ചെയ്തിട്ടുള്ള കണ്ടന്റ് ആണ്. അതാ ഈ പ്രൊമോ വന്നത് മുതൽ ഈ കണ്ടന്റ് ആണ് വരുന്നത് റീൽസില്. അപ്പൊ അപ്പൊ അവർക്ക് മനസ്സിലായി കാണും ഇത് കേരളത്തിലെ എല്ലാത്തിലും അറിഞ്ഞിട്ടുണ്ട്. അപ്പം ഇത് ഫണ്ണായിട്ട് എടുത്താൽ മതി, ഇഷ്ടമുണ്ട് തുറന്നു പറഞ്ഞു, അതങ്ങ് ഫണ്ണായിട്ട് അങ്ങ് എടുത്താൽ മതി, വിട്ടേക്കാൻ പറഞ്ഞിട്ടുണ്ട് ലാലേട്ടൻ. ഇതിനുശേഷം നൂറയുടെ ക്യാപ്റ്റൻസിയുടെ ബേസും പിന്നെ ആ കിച്ചണിലടിയും എല്ലാ കാര്യങ്ങളും ലാലേട്ടൻ ക്ലിയർ ആയി ചോദിക്കുന്നുണ്ട്. അപ്പൊ അതിനെല്ലാം ക്ലിയർ ആയിട്ട് എല്ലാവരും മറുപടി പറയുന്നുണ്ടായിരുന്നു. അതൊക്കെ ഒരു ദേഷ്യം ഒരു കാര്യവും ഉണ്ടായിരുന്നില്ല. അപ്പൊ നെവിന് പറയുന്നുണ്ട് ഈ കിച്ചണില് പിന്നെ ടിക്കറ്റ് ഫിനാലയിൽ കിട്ടിയ അഹങ്കാരമാണ്. അപ്പോഴാണ് ലാലേട്ടൻ എടുത്തു പറയുന്നത് ടിക്കറ്റ് ഫിനാലയില് ഗ്രാൻഡ് ഫിനാലയിലൊക്കെ ഉള്ളതല്ല, ഫിനാലെ വീക്കിലേക്കുള്ളതാണ് നിങ്ങൾക്ക് ലഭിച്ചിട്ടുള്ളത് എന്ന്
എടുത്ത് ലാലേട്ടൻ പറയുന്നുണ്ട്. ഫിനാലെ വീക്കിലേക്കാണ്, ഗ്രാൻഡ് ഫിനാലിലേക്കല്ല, എന്തും സംഭവിക്കാം. മിഡ് വീക്ക് എവിക്ഷൻ ഒപ്പം ഉറപ്പാണ്, മിഡ് വീക്ക് എവിക്ഷൻ ഉറപ്പായിട്ടും ഉണ്ടാവും എന്ന്. അത് 7 പണി ഇനി വല്ലതും കിട്ടുമെന്ന് അറിയില്ല, നമുക്ക് നോക്കാം. ഇതിന് ശേഷം പണപ്പെട്ടിയുടെ ടാസ്കിന്റെ കാര്യങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പം ഇനി ഇതിൽ നെവിൻ കിച്ചന്റെ അതിൽ പറയാൻ മറന്നുപോയി. കിച്ചന്റെ ആ ഒരു കാര്യം പറയുമ്പം നെവിൻ എടുത്തു പറയുന്ന ഒരു കാര്യം എന്താന്ന് വെച്ചാൽ, നെവിനോട് അഭിപ്രായം ചോദിച്ചില്ല. നെവിനോട് അഭിപ്രായം ചോദിക്കുമ്പോൾ നെവിൻ പറയുന്നത് ഇനി ബിഗ് ബോസ് ഫുഡ് തരട്ടെ എന്നാണ് നെവിൻ പറയുന്നത്. ഇത് ഞാൻ പറഞ്ഞൊരു കാര്യമാണ്, ഞാൻ ഒരു റിവ്യൂല് പറഞ്ഞ, കിച്ചണിൽ അടി ഉണ്ടായപ്പോൾ ഞാൻ പറഞ്ഞൊരു കാര്യമാണ്. അതായത് കഴിഞ്ഞ അക്ബറിന്റെ ക്യാപ്റ്റൻസിയിൽ, അതായത് ഇനി ഇവർക്ക് റേഷൻ ഇത് കൊടുക്കണ്ട, റേഷനായിട്ട് ഫുഡ് ബിഗ് ബോസ് തന്നെ കൊടുക്കട്ടെ എന്ന് ഞാൻ പറഞ്ഞ കാര്യമാണ്. പക്ഷെ അത് മതി. ഈ ഒരു ഫൈറ്റിനായാലും ഒരാഴ്ച ഇങ്ങനെ കൊടുത്തിരുന്നെങ്കിൽ, അതായത് ജയിലിലേക്ക് ഫുഡ് കൊടുത്തിരുന്നെങ്കിൽ ഇവരൊന്നും പഠിച്ചേനെ. ഇനിയിപ്പോ പറഞ്ഞിട്ട് കാര്യമില്ല. ഇനി എന്തായാലും നെക്സ്റ്റ് മൺഡേ എപ്പിസോഡ് മുതൽ പഴയ കണ്ടസ്റ്റൻസ് കയറി തുടങ്ങാം. ആൻഡ് ഇതിനുശേഷം പണപ്പെട്ടിയുടെ കാര്യങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട്. പണപ്പെട്ടി ടാസ്കിന്റെ കാര്യങ്ങളും ബാക്കി മണി വീക്കിന്റെ എല്ലാ ടാസ്കുകളും ലാലേട്ടൻ ചോദിക്കുന്നുണ്ട്. അത് വയ്ക്കാത്തതിന്റെ വിഷമമാണ്. അപ്പൊ അക്ബർ എന്ന് വിഷമമുണ്ട്. ഇങ്ങനെ എല്ലാ സീസൺ 6 വരെ ഇങ്ങനെ ചെയ്തിട്ട് സീസൺ 7 ഇങ്ങനെ വേണ്ടായിരുന്നൊക്കെ അക്ബർ പറയുന്നുണ്ട്. ആൻഡ് നെവിൻ പറയുന്നുണ്ട് ഇനി അങ്ങോട്ടുള്ള സീസണിന്റെ എല്ലാം ഇത് മതി എന്ന് നെവിൻ പറയുന്നുണ്ട്. ആൻഡ് ഇതിനുശേഷം നെവിന്റെ കേസിൽ നെവിന് ഒരു അവസരം ലാലേട്ടൻ കൊടുക്കാന്ന് പറയാണ്. കാർ ടാസ്ക് നെവിന് കൊടുക്കാമെന്ന് ലാലേട്ടൻ പറയാണ്. പിന്നെ ഇത് കഴിഞ്ഞ് മൈജിയുടെ ഒരു ടാസ്ക് ആണ്. ആ ടാസ്കിൽ വിൻ ചെയ്യുന്ന മൈജിയുടെ ഒരു ആനിവേഴ്സറിയുടെ ബന്ധപ്പെട്ട ഒരു ടാസ്ക് ആണ്. വിൻ ചെയ്യുന്ന അക്ബറാണ്. പക്ഷെ അക്ബറിന് മാത്രമല്ല ഗിഫ്റ്റ്, അക്ബറിന് കുറച്ച് വലിയ ഗിഫ്റ്റും ബാക്കിയുള്ളവർക്ക് എല്ലാം ഗിഫ്റ്റ് കൊണ്ട് മാത്രമല്ല ആ ഒരു ഓഫർ ഇവർക്ക് നവംബർ 30 വരെ നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും മൈജിയുടെ ഏത് ഫ്യൂച്ചർ ഷോറൂമിൽ പോയാലും കിട്ടുമെന്ന് അവർക്ക് ഓഫർ കൊടുക്കുകയാണ്. ഇതിനുശേഷം എല്ലാം പറഞ്ഞു തീർത്ത, എല്ലാ വിഷയങ്ങളും പറഞ്ഞു തീർത്ത, അക്ബറും ആദിലയും നെവിനും അനുമോളും എല്ലാ വിഷയം പറഞ്ഞു തീർത്ത എല്ലാം ലാലേട്ടൻ നല്ല കാര്യം എന്ന് പറഞ്ഞ് അവർ അപ്രീഷിയേറ്റ് ചെയ്ത് വിടുന്നു. ഇതിനുശേഷം എവിക്ഷനിലേക്ക് പോകുന്നു. അതിന് അപ്പോഴ് നോമിനേഷൻ എങ്ങനെ ഉണ്ടായിരുന്നു ചോദിച്ചിട്ടാണ് എവിക്ഷനിലേക്ക് പോകുന്നത്. അപ്പോഴാണ് പറയുന്നത് അനുമോള് സേവ്ഡ് ആണെന്ന് ലാലേട്ടൻ പറയുന്നത്. ബാക്കിയുള്ളവരുടെ കാര്യം നാളെ പറയാന്ന് പറയുന്നുള്ളൂ. അപ്പൊ ഇന്ന് ഇത്രയേ ഉള്ളൂ. വലിയ കണ്ടന്റ് ഒന്നും ഇല്ലാത്തൊരു എപ്പിസോഡാണ്. അപ്പം ഇത്രയാണ് ഇന്നത്തെ എപ്പിസോഡിൽ നടന്നത്. നമുക്ക് നോക്കാം നാളെ ആരാണ് എവിക്റ്റായി പോകുന്നതെന്ന്, ആരൊക്കെയായിരിക്കും ഫിനാലയിലേക്ക് വരുന്നത് നമുക്ക് നോക്കാം. എന്തായാലും മിക്കവാറും നമ്മുടെ കണ്ടസ്റ്റൻസ് ഒക്കെ ഇപ്പൊ ചെന്നൈയിൽ എത്തിക്കാണും. എന്തായാലും റീയൂണിയൻ ഉണ്ടല്ലോ, റീ എൻട്രി ഉണ്ടല്ലോ, അപ്പൊ അതിനുവേണ്ടി എത്തിക്കാണുമായിരിക്കും. അത് മാത്രമല്ല ഇനി ഫിനാലെ വീക്കാണ്. ഫിനാലെ വീക്കിലേക്ക് എങ്ങനെയാണെന്ന് നോക്കണം. എങ്ങനെയാണ് അവരുടെ പെർഫോമൻസ് പൈസ ഒന്നും കാണില്ല, നമുക്ക് നോക്കാം. പിന്നെ ഉള്ളത് ഇന്ന് നടന്ന അനുവിന്റെ കേസ് ക്ലിയർ ചെയ്ത് ലാലേട്ടൻ വെട്ടിച്ചുണ്ട്. നാളത്തെ എപ്പിസോഡിൽ നാളെ ആര് എവിക്റ്റ് ആവും എന്നുള്ളത് ഇമ്പോർട്ടന്റ് ആണ്. മാത്രമല്ല നെവിൻ എത്ര രൂപ കളക്ട് ചെയ്യും, നെവിന് പണപ്പെട്ടി ടാസ്ക് കാർ ടാസ്ക് കിട്ടാൻ പോവാണ്, നെവിൻ എത്ര രൂപ കളക്ട് ചെയ്യും, അതും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്. അപ്പം നെവിന്റെ കേസ് നമുക്ക് നോക്കണം, നെവിൻ എത്ര കളക്ട് ചെയ്യും, പിന്നെ നാളെ എന്തൊക്കെയാണ് കണ്ടത് നോക്കാം. സോ നാളത്തെ എപ്പിസോഡിന്റെ റിവ്യൂമായിട്ട് വരുമ്പോഴത്തേക്കും ബൈ ആൻഡ് thank you.